എൻ്റെ പേര് ഹാഷിമ. മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നോക്കാം. മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷവും ചെയർപേഴ്സൺ ജിജി ജോസഫിൻ്റെ പിറന്നാളും ആഘോഷിച്ചു. കാട്ടാക്കട CSI ഹാളിലാണ് പരിപാടി നടന്നത്. വികാരി ബലവേന്ദ്രൻ അച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ്, ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്, അലക്സ്, അഖിൽ, ഗായത്രി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ആവർത്തിച്ച് പറയുകയാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് അച്ഛന്മാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു അച്ഛൻ, തമിഴ്നാട്, അവിടെ നിന്ന് കേരളത്തിലെത്തി വളരെയധികം ബ്ലെസ്സിങ്. നിങ്ങൾക്കൊക്കെ അച്ഛനെ ഒന്ന് കാണണമെങ്കിലോ ബ്ലെസ്സിങ് വാങ്ങണമെങ്കിലോ അത് വളരെ അനുഗ്രഹപ്പെട്ടമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ എന്ത് കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തിയുമാണ് നമ്മുടെ വെള്ളയച്ഛൻ. അത് അച്ഛനെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കോളേജിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഞാൻ ഇന്നലെ അന്വേഷിച്ച് പോയിട്ട് അച്ഛനെ കാണാൻ സാധിച്ചില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. എന്തായാലും എനിക്കൊരു ചെറിയ മെസ്സേജ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു വരുമായിരിക്കും. രാവിലെ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ അലക്സിനെ പറഞ്ഞു വിട്ട് അലക്സിനെ പോയി അന്വേഷിച്ചിട്ട് വന്നു. എന്തായാലും അച്ഛൻ വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. അതെൻ്റെ കോളേജിൻ്റെ പേരിലും എൻ്റെ ഫാമിലി മാതാ ഫാമിലിയുടെ എല്ലാവരുടെ പേരിലും ആദ്യമായിട്ട് അച്ഛനെ ഞാൻ നന്ദി പറയുന്നു. ഡയറക്ടർ ഒരു നല്ല ഒരു മലയാളി അച്ഛനെ വിളിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു തമിഴ് കൊടുന്തമിഴ് ഇങ്ങനെ ഒരു അച്ഛനെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ജിജി ജോസഫ് ചിന്തിക്കാൻ തോന്നുന്നു. ഇനി പേടിക്കണം, ഇനി മലയാളം. പ്രത്യേകം അന്വേഷിപ്പിക്കുന്നു, സഹോദരി അന്വേഷിപ്പിക്കുന്നു. ഈ മെസ്സേജ് കൊടുക്കാൻ എനിക്ക് അറിയുന്നതുണ്ട്, ഈ മെസ്സേജ് കേൾക്കാൻ നിങ്ങൾക്ക് വരുന്നതുണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. എനിക്ക് ഒരുപാട് അച്ഛന്മാരെ കേട്ട് കാണും, കണ്ടു കാണും. ഞാൻ 30 വയസ്സ് വരെ കുടുംബം പോയി ഗുണ്ടായിസം കാണിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോ ഇതെന്റെ കുടുംബമാണ്. നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കിട്ടിയതിൽ പ്രോഗ്രാം ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൽ ആക്റ്റീവായി നല്ല ഗംഭീരമായുള്ള കാഴ്ചപ്പാട് വയ്ക്കാൻ
നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കിട്ടിയതിലും വളരെ സന്തോഷം. അതേപോലെ നമ്മുടെ മീഡിയ ചേട്ടന്മാര് അവരെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. കാരണം അവർ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെഡിക്കോ ഫെസ്റ്റ് 2026-25 നമ്മൾ മെഡിക്കോ ഫെസ്റ്റ് വെച്ചിട്ടില്ല. ചില ബുദ്ധിമുട്ടുകൾ കാരണം മെഡിക്കോ ഫെസ്റ്റ് നമ്മൾ 26 മാറ്റി. അപ്പോൾ ഈ വരുന്ന ജാനുവരി ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഏകദേശം 15-ാം തീയതിക്ക് അടുപ്പിച്ച് നമ്മുടെ മെഡിക്കോ ഫെസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരുടെയും നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ വർഷത്തെ മെഡിക്കോ ഫെസ്റ്റ് എത്ര ഗംഭീരമായിരുന്നില്ല. അതിനേക്കാളും അപ്പുറം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി പ്രോഗ്രാം നിങ്ങളുടെ സപ്പോർട്ടോടുകൂടെ, ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും സപ്പോർട്ടോടുകൂടെ നമുക്കത് അതിനേക്കാളും ഗംഭീരമാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആരും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകും. മാതാ കോളേജിനോടൊപ്പം, മദർ തെരേസ ഫൗണ്ടേഷനോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സന്തോഷവും ഹാപ്പിനെസ് എല്ലാം നമ്മുടെ ഒരു കോളേജിന്റെ കൂടെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം, ഞാൻ ജിജി ജോസഫ്. ഞാനും എൻ്റെ ടീംസ് എല്ലാം കൂടെ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിച്ചു. രാവിലെ റാലി നമ്മുടെ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. CSA ഹാളിൽ ചെന്ന് അവസാനിക്കുകയും അവിടെ ഗംഭീരമായ ഫങ്ഷൻസ്, പിള്ളേരുടെ കലാപരിപാടികൾ, പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ തിരഞ്ഞെടുത്ത് അവരെ പരസ്പരം ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും കേക്ക് കട്ടിങ്, അങ്ങനെയുള്ള വിവിധ ഇനത്തിലുള്ള പരിപാടികളെല്ലാം നടന്നു കഴിഞ്ഞു. എന്തായാലും പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇതിൽ ഇത്രയും ഗംഭീരമായിട്ട് ഈ പരിപാടിയൊക്കെ ഡെക്കറേഷനിൽ ചെയ്യിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.